കോൺഗ്രസ് എം എൽ എ ഉമാ തോമസ് കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് ഗുരുതരമായി അപകടത്തിൽപ്പെടുമ്പോൾ അതേ വേദിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലത്തെയും GCDA ചെയർമാനും മന്ത്രി സജി ചെറിയാനുമൊക്കെ വേദിയിലിരുന്നത് കുന്തം വിഴുങ്ങിയതുപോലെയാണെന്ന് വിമർശിച്ച് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നു. ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച അവർ വേദിയിലിരിക്കുമ്പോൾ കണ്ടതല്ലേ? സുരക്ഷാ വീഴ്ച ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് ഇവർ നടപടിയെടുക്കുന്നില്ല എന്നതാണ് മുഹമ്മദ് ഷിയാസിന്റെ ചോദ്യം. വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് മുഹമ്മദ് ഷിയാസിന്റേത്. 15 അടി ഉയരത്തിൽ നിന്നുമാണ് MLA തെറിച്ചു വീണത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് എത്തിയതാണ് ഉമാ തോമസ് MLA. സംഘടനക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പോലും സമ്മർദ്ദം ശക്തമായപ്പോഴാണ്. ഒരു ജനപ്രതിനിധിക്ക് പോലും സുരക്ഷയില്ലാത്ത നാടാണെന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വെച്ചത്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് പരിപാടിയുടെ സംഘടനക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഗാലറിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടതായി FIR ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്റ്റേജ് കെട്ടിയവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കല്ലൂർ സ്റ്റേഡിയത്തിൽ ആ ചടങ്ങ് സംഘടിപ്പിച്ചതിൻ്റെ മുഖ്യ കേന്ദ്രമായ നടി ദിവ്യ ഉണ്ണി പോലീസിന് മൊഴി നൽകാതെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. കൊച്ചി പോലീസിനെ പറ്റിയ ഏറ്റവും വലിയ വീഴ്ച തന്നെയാണ് ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നത്. ഇതിനിടെയാണ് MLAക്ക് സംഭവിച്ച അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അശാസ്ത്രീയമായതും അപകടം നിറഞ്ഞതുമായ വേദിയായിരുന്നു സ്റ്റേഡിയത്തിലെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പിൻനിരയിൽ നിന്നും ഉമാ തോമസ് മുൻനിരയിലേക്ക് വന്നിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഒരു കസേരയിരുന്ന ശേഷം പിന്നീട് മാറിയിരുന്നു. നടനും പരിപാടിയുടെ സംഘാടകനുമായ സിജോ വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഉമാ തോമസ് തന്റെ കസേര മാറിയിരുന്നത്. വേദിയിൽ നിന്ന് ഒരു വനിതയെ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉമാ തോമസിന്റെ കാലിടറിയത്. റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം MLA താഴേക്ക് പതിക്കുകയായിരുന്നു. അതോടെയാണ് ഗുരുതരമായി പരിക്കേറ്റത്. മന്ത്രിയും സിറ്റി കമ്മീഷണറും മറ്റ് രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുമൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അപകടമെന്നതാണ് സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നതും. എന്നിട്ടും കോടതി നിർദ്ദേശം വേണ്ടി വന്ന് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ സ്ഥലത്ത് ഹൈബി ഈഡൻ MP ഉണ്ടായിരുന്നില്ല എന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതാണ് ചോദ്യം വരുന്നത്. കലൂരിൽ സുരക്ഷാ വീഴ്ചയ്ക്കൊപ്പം മനുഷ്യത്വമില്ലായ്മയും അരങ്ങേറിയോ എന്നത്. എന്തായാലും കേസിലെ പ്രധാന സാക്ഷിയാകേണ്ട നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് കടന്നതോടെ എങ്ങനെ മൊഴി രേഖപ്പെടുത്തും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കൊച്ചി പോലീസ്.